സഫ്രാൻ മംദാനിയെ വളരെയധികം പേർ കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നില്ല. എന്നാലും കഴിഞ്ഞ 2020 തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യമായി അഭിനന്ദിച്ച ലോക നേതാവാണ് സഫ്രാൻ മംദാനി. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രന് അഭിനന്ദനങ്ങൾ എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അന്ന് മലയാളികളെല്ലാം ഈ മംദാനി ആരാണ് എന്ന് അറിയാൻ ശ്രമിച്ചു. മംദാനിക്ക് ഒരു ഇന്ത്യൻ വേരുണ്ട്. അത് നമുക്കെല്ലാവർക്കും സുപരിചിതയായ മീര നായർ എന്ന സംവിധായികയുടെയാണ്. മീര നായരാണ് മംദാനിയുടെ അമ്മ. മീര നായരെക്കുറിച്ചും ചിലപ്പോൾ നമ്മൾ മലയാളികളെന്ന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മീര നായർ ഒരു പഞ്ചാബിയാണ്. പക്ഷേ അവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് അവരുടെ സിനിമകളിലൂടെയാണ്. ബോംബെ ജീവിതത്തെ സംബന്ധിച്ച്, ബോംബെയിലെ തിരുജീവിതത്തെ സംബന്ധിച്ച് സത്യസന്ധമായി അവതരിപ്പിച്ച സലാം ബോംബെ എന്ന സിനിമ, അതോടൊപ്പം തന്നെ പ്രശസ്തമായ മിസിസിപ്പി മസാല, കാമസൂത്ര, അങ്ങനെ തുടങ്ങിയ നിരവധിയായ സിനിമകൾ, ലോകപ്രശസ്തമായ സിനിമകൾ, ജനപ്രിയ സിനിമകൾ ഒക്കെ മീര നായരുടേതായി പുറത്തു വന്നിട്ടുണ്ട്. മംദാനിയുടെ അച്ഛൻ അതുപോലെ തന്നെ ഏറ്റവും പ്രശസ്തനാണ്. ഒരു മുസ്ലിം പണ്ഡിതനാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. അദ്ദേഹം കൊളംബിയൻ സർവകലാശാലയുടെ അധ്യാപകനാണ്. മുഹമ്മദ് മംദാനി. അദ്ദേഹം ഉഗാണ്ടക്കാരനാണ്. അതായത് ഉഗാണ്ടയിൽ ജനിച്ച ഒരു ടാൻസാനിയൻ വംശക്കാരനാണ് അദ്ദേഹം. മംദാനിയുടെ മാതാപിതാക്കൾ ഇവർ രണ്ടുപേരുമാണ്. ഇവരുടെ സാമൂഹ്യ രാഷ്ട്രീയ വീക്ഷണമാണ് മംദാനി എന്ന രാഷ്ട്രീയക്കാരനെ വളർത്തിയെടുത്തത്. മംദാനിയെക്കുറിച്ച് ഇന്ന് ഇവിടെ പറയാൻ കാരണം, ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മംദാനി മത്സരിക്കുകയാണ്. മംദാനി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല. പക്ഷേ മംദാനി ഒരു സോഷ്യലിസ്റ്റാണ്, ഒരു അർത്ഥത്തിലൊരു കമ്മ്യൂണിസ്റ്റുമാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുമാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയെ അറിയപ്പെടുന്നത് സെൻട്രൽ ലെഫ്റ്റ് എന്നാണ്. പക്ഷേ അത്തരത്തിലൊരു ഇടതുപക്ഷ മനോഭാവവും ഇടതുപക്ഷ നയവും നടപ്പിലാക്കാൻ ഡെമോക്രാറ്റിക് പാർട്ടി പലപ്പോഴും ശ്രമിക്കാറില്ല. ശ്രമിച്ചാൽ തന്നെ അമേരിക്കയിലെ ചട്ടക്കൂടിനകത്ത് നടക്കാറുമില്ല. മറ്റൊന്ന്, ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി നമുക്കെല്ലാവർക്കും അറിയാം, തീവ്രമായ വലതുപക്ഷ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവർ അവരുടെ സാമ്രാജ്യത്വ അജണ്ടകൾ മാത്രമേ ലോകത്താകെ, രാജ്യത്ത് അമേരിക്കയിൽ മാത്രമല്ല ലോകത്താകെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അവരുടെ സാമ്രാജ്യത്വ അജണ്ടകളാണ്, മുതലാളിത്ത അജണ്ടകളാണ്. സഫ്രാൻ മംദാനി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 2 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ്. ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് നടത്തും. അത് രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പർമാർ അവർ തിരഞ്ഞെടുക്കും. അവരുടെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക വോട്ടെടുപ്പ് നടത്തും. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇവിടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി 2 പേരാണ് മത്സരിച്ചത്. ഒന്ന് മംദാനിയും ഒന്ന് അവിടുത്തെ മുൻ ഗവർണർ ആയിരുന്ന ആൻഡ്രോ ക്യുമോ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പക്ഷേ വൻ ഭൂരിപക്ഷത്തിൽ മംദാനി ജയിച്ചു. മംദാനിയുടെ പുരോഗമന ആശയങ്ങൾ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായി. അങ്ങനെയാണ് മംദാനി വലിയ ഭൂരിപക്ഷത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവണമല്ലോ. ഒന്ന് ഗ്രീൻ പാർട്ടി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ യൂറോപ്പിലാകെ, അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഗ്രീൻ പാർട്ടി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗ്രീൻ പാർട്ടിയുണ്ട്. പിന്നെ അത്ര പ്രസക്തമല്ലെങ്കിലും അവിടെ തൊഴിലാളികളുടെ കുടുംബങ്ങൾ പ്രവർത്തിക്കുന്ന വർക്കിംഗ് ഫാമിലീസ് പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി എന്നൊരു പാർട്ടിയുണ്ട്. മറ്റൊന്ന് ലിബർട്ടിയൻ പാർട്ടിയാണ്. ഒരു വളരെ ലിബറലായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ് ലിബർട്ടിയൻ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി. ഇങ്ങനെ ഇത്രയും പാർട്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ഇവർക്കെല്ലാം കൂടെ കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ലഭ്യമായ വോട്ട് 1% താഴെയാണ്. 49%-ലധികം വോട്ട് ട്രംപ് നേടുകയും കമലാ ഹാരിസ് 48%-ലധികം വോട്ട് നേടുകയും ചെയ്തു. വളരെ ചെറിയൊരു ശതമാന വ്യത്യാസത്തിനകത്താണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ ട്രംപ് അധികാരമേറ്റെടുത്തത്. ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള രാജ്യത്താണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ന്യൂയോർക്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മംദാൻ മത്സരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ മറ്റൊരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ പറഞ്ഞതുപോലെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും 2 പാർട്ടി ഉണ്ടെങ്കിലും അവരുടെ നയത്തിൽ ഒരിക്കലും വ്യത്യാസപ്പെടാറില്ല. ഒരിക്കലും മാറാത്തൊരു നയമാണ് അമേരിക്കയ്ക്കുള്ളത്. മുതലാളിത്തത്തിന് അംഗീകരിക്കുന്ന, മുതലാളിത്തത്തിന് വേണ്ടി ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന, സാമ്രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അധികാര കേന്ദ്രീകരണം ആവശ്യപ്പെടുന്ന, ഒരു പ്രത്യേക തരത്തിൽ ലോകത്തെ നയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യമാണ് അമേരിക്കയിൽ മുന്നോട്ട് പോകുന്നത്. സമ്പന്നർക്ക് മാത്രം എപ്പോഴും അവകാശങ്ങൾ ലഭ്യമാകുന്ന, അത്തരം അവകാശങ്ങൾ കൂടുതൽ സംരക്ഷിക്കുന്ന, മറ്റുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നില്ല. ജനാധിപത്യ വ്യവസ്ഥയിലുള്ള എല്ലാവിധ അവകാശങ്ങളും അധികാരങ്ങളും ജനങ്ങൾക്കുണ്ടെങ്കിൽ തന്നെയും കൂടുതൽ ആനുകൂല്യങ്ങൾ സമ്പന്നർക്ക് മാത്രമായി മാറ്റിവെക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ഘടനയാണ് അമേരിക്കയ്ക്കുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. കുടിയേറ്റക്കാർക്കെതിരെ ഏറ്റവും കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നു. പുതിയ പുതിയ നികുതി സമ്പ്രദായങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് എതിരെ അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ സ്വന്തം രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി, സ്വന്തം ജനതയുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റണം എന്ന
അത്യന്തം മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിലപാടാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെയാണ് വ്യത്യസ്തനായ സഹ്റാൻ മംദാനി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഉദയം ചെയ്തു വന്നിരിക്കുന്നത്. ന്യൂയോർക്കിൻ്റെ ചരിത്രം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ന്യൂയോർക്ക് വലിയ കുടിയേറ്റ ജനതയുടെ ഒരു നഗരമാണ്. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായൊരു നഗരമാണ്. 2011 സെപ്റ്റംബർ 11 നമുക്ക് മറക്കാൻ കഴിയില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായൊരു ദിനമാണ്. അന്നാണ് ന്യൂയോർക്കിൻ്റെ തലവര മാറ്റിയ ദിനം. ന്യൂയോർക്ക് നഗരത്തിലെ ഇരട്ട ഗോപുരമായ വേൾഡ് സെൻറ്ററിലേക്ക് അൽ ഖ്വയ്ദ ഭീകരർ വിമാനം ഇടിച്ചിറക്കിയ ദിനം ഒരു പേടി സ്വപ്നമാണ്. ആ ദിനം ഒരു പേടി സ്വപ്നമാണ്. അന്ന് വരെ ന്യൂയോർക്ക് നഗരം മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ സുരക്ഷിത ജീവിതം അന്ന് മുതൽ ആശങ്കയിലായി. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഇസ്ലാമിനെ ഭയക്കണമെന്ന ഒരു തെറ്റായ ധാരണ ലോകത്താകെ സൃഷ്ടിക്കപ്പെട്ടു. അത് അമേരിക്കയിൽ ഏറ്റവും കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ഏറ്റവും കൂടുതലായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിവേചനവും അപരവൽക്കരണവും അവിടെ വർദ്ധിച്ചു. ഭരണകൂടം മുസ്ലിം ജനതയെ മാത്രമല്ല, മുസ്ലിങ്ങളോട് സാമ്യത അല്ലെങ്കിൽ അതേപോലെ മുസ്ലിം ജനതയെ പോലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന, അതുപോലെ ജീവിതം മുന്നോട്ട് പോകുന്ന സിഖുകാരെയും തെക്കനേഷ്യക്കാരെയും എല്ലാം സംശയത്തിന് തള്ളിൽ നിർത്തി. ന്യൂയോർക്കിലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി. പലർക്കും മതം പുറത്തു പറയുന്നത് പോലും ഭയമായി. ചുരുക്കത്തിൽ സെപ്റ്റംബർ 11 ശേഷമുള്ള ന്യൂയോർക്കിലെ മുസ്ലിം ജീവിതം ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും നിഴലിലായിരുന്നു. ഇത് പക്ഷേ അവരെ മറ്റൊരു രാഷ്ട്രീയ മുഖം നൽകാൻ കാരണമായി. അവർ കൂടുതൽ സംഘടിച്ചു, രാഷ്ട്രീയമായ ശക്തി നേടി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സഹ്റാൻ മംദാനിയെ പോലെയുള്ള രാഷ്ട്രീയക്കാർ ഉദയം ചെയ്തത്. സഹ്റാൻ മംദാനി ഒരു പുരോഗമന മുസ്ലിം മതവിശ്വാസിയാണ്. മുസ്ലിം മതവിശ്വാസി എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. എന്നാൽ തന്നെയും മുസ്ലിം ജനതയുടെ കാലത്തെ ഈ അപരവൽക്കരണത്തിനെതിരെ ശക്തമായി നിലകൊണ്ടു. അതുമാത്രമല്ല, മുസ്ലിം ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, അവിടെ നിസ്വരായ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ന്യൂയോർക്കിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിച്ചത്. കേവലം 32 വയസ്സ് മാത്രമേ ഉള്ളൂ. 32 വയസ്സിനകത്ത് അദ്ദേഹം ഈ മേയർ തെരഞ്ഞെടുപ്പിൽ, ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അതിശയകരമായ ഒരു രാഷ്ട്രീയ സംഭവവികാസമാണ്. മംദാനി തിരഞ്ഞെടുക്കപ്പെടാൻ അനുകൂലമായ സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നയങ്ങൾ, സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന നയങ്ങൾ, അവിടുത്തെ അപരവൽക്കരിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളോട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ജനങ്ങളോട് അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ഗവർണർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അംഗീകാരം നൽകാൻ കാരണമായത്. ആൻഡ്രോ കുമോ വെറുതെ ഇരുന്നില്ല. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാവുകയാണ്. ട്രംപിന് പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഉണ്ട്. എന്നിട്ടും ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ആൻഡ്രോ കുമോയെ സപ്പോർട്ട് ചെയ്യുക, ആൻഡ്രോ കുമോയെ പിന്തുണയ്ക്കുക എന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. അതിന് മറ്റൊന്നല്ല കാരണം, എങ്ങനെയെങ്കിലും ഈ മംദാനിയെ തോൽപ്പിക്കണം എന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം. ട്രംപ് അങ്ങനെ ലക്ഷ്യം വയ്ക്കാൻ പലവിധ കാരണങ്ങളുണ്ട്. ട്രംപ് മംദാനിയെ ആക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്നാണ്. ചില സമയങ്ങളിൽ പരിഹാസരൂപേണ കൊച്ചു കമ്മ്യൂണിസ്റ്റ് എന്നും മംദാനിയെ ആക്ഷേപിക്കാറുണ്ട്. അതിന് മറ്റൊന്നുമല്ല കാരണം, മംദാനി അവിടെ അധികാരം ഏറ്റെടുത്താൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നയങ്ങൾ അല്ലെങ്കിൽ തീവ്രമായ വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മംദാനിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തണം എന്ന് ട്രംപ് ആവശ്യപ്പെടാൻ കാരണം. മാത്രമല്ല, ട്രംപ് പറയുന്നത് മംദാനി മേയറായാൽ ഫെഡറൽ ഇമിഗ്രേഷൻ ഏജൻസികളുമായി സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുമെന്നാണ്. അത് അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നതൊന്നും നിയമപരമായി നടക്കില്ല. മംദാനി അമേരിക്കൻ പൗരനാണ്. പക്ഷേ ഫെഡറൽ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുടിയേറ്റ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്നാണ്. കുടിയേറ്റ നിയമങ്ങൾക്കെതിരാണ് മംദാനി എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അത്തരത്തിലുള്ള പ്രസ്താവന നടത്തി ജനങ്ങളുടെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നത്. മംദാനിക്കെതിരെയുള്ള പ്രചരണം വളരെ ശക്തമാണ്. എന്നാൽ ആ പ്രചരണങ്ങളെല്ലാം അതിജീവിക്കാൻ മംദാനിക്ക് കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മംദാനിയുടെ തൊഴിലാളികൾക്ക് അനുകൂലമായ, കുടിയേറ്റക്കാർക്ക് അനുകൂലമായ, സാധാരണക്കാർക്ക് അനുകൂലമായ നിലപാടുകളാണ്. സാധാരണ രീതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഇത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥികളൊന്നും ഉയർന്നു വരാറില്ല. എപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടിസ്ഥാന ആശയങ്ങളുമായി ഉറച്ചു നിൽക്കുന്നവരെ മാത്രമാണ് അവിടെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെടാറുള്ളത്. പക്ഷേ ഇവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ സോഷ്യലിസ്റ്റ് പക്ഷത്താണ് മംദാനി. സോഷ്യലിസ്റ്റ് ആശയത്തിലൂന്നി പ്രവർത്തിക്കുന്ന ഡെമോക്രാറ്റിക് നേതാവ് അലക്സാൻഡ്രിയ കോസിയോ കോർട്ടക്സ് ആണ് യഥാർത്ഥത്തിൽ മംദാനിയുടെ രാഷ്ട്രീയ ഗുരു. ആ രാഷ്ട്രീയ ഗുരുവിൽ നിന്നാണ് മംദാനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ന്യൂയോർക്ക് സമ്പന്നർക്ക് മാത്രം വസിക്കാൻ കഴിയുന്ന ഒരു നഗരമാണ്. അതുകൊണ്ട് തന്നെ മംദാനി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ന്യൂയോർക്ക് സമ്പന്നന്മാരുടെ ഒരു മ്യൂസിയം ആക്കരുത് എന്ന് പറയുന്നുണ്ട്. ധാരാളം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മംദാനി നടത്തുന്നുണ്ട്. സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെ സമ്പന്നർക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട്, സാധാരണക്കാരുടെ നികുതി കുറച്ചുകൊണ്ട് സമത്വം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമെന്നുള്ള ആശയം മംദാനി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാരെ അഭിമുഖീകരിക്കുവാൻ ട്രംപ് തയ്യാറാകണമെന്ന് മംദാനി ആവശ്യപ്പെടുന്നുണ്ട്. ട്രംപിനെ പോലെയുള്ള കോടീശ്വരന്മാർക്കെതിരെ ജനകീയ പ്രസ്ഥാനം ഉയർന്നു വേണമെന്ന് മംദാനി ആവശ്യപ്പെടുന്നുണ്ട്. വോട്ടല്ല പ്രശ്നം, നിലപാടാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മംദാനി. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ബഹുസ്വരത ആഘോഷിക്കപ്പെടേണ്ടതാണെന്നും ജനാധിപത്യം പൂർണ്ണമായും ബഹുസ്വരതയിലാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, ന്യൂയോർക്ക് നഗരത്തിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത് നിർണായകവുമാണ്. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ വംശജരുടെ ഒരു പിന്തുണ കിട്ടാതെ ജയിച്ച് മുന്നേറാൻ കഴിയില്ല. പക്ഷേ
മംദാനി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മംദാനി കൃത്യമായി തന്നെ മോദിയും നെതന്യാഹുവും ഒന്നാണെന്നും യുദ്ധ കുറ്റവാളികളാണെന്നും അത് മംദാനി പ്രസ്താവിക്കുന്നുണ്ട്. അത് പാലസ്തീനെ പിന്തുണയ്ക്കാത്ത സമീപനത്തെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന മോദിയുടെ സമീപനത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ മോദിയും നെതന്യാഹുവും ഒന്നാണ് എന്ന പ്രസ്താവന മംദാനി പുറപ്പെടുവിച്ചത്. പക്ഷേ ആലോചിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ലക്ഷക്കണക്കിനായി വരുന്ന മോദി ഭക്തരെ നിരാശരാക്കുന്ന പ്രസ്താവനയാണ് മംദാനി നടത്തിയത്. അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെങ്കിലും നിലപാടിൽ നിന്നും മാറാൻ മംദാനി തയ്യാറാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മംദാനി മേയറാകും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. ഏകദേശം 1,00,000-ൽ പരം വോളണ്ടിയർമാരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥത്തിന് വേണ്ടി മത്സര രംഗത്തുണ്ടായിരുന്നപ്പോൾ 30,000-ൽ പരം യുവാക്കൾ, അത് എല്ലാ വിഭാഗവും അതിനകത്തുണ്ട്. സമ്പന്നരുണ്ട്, സാധാരണക്കാരുണ്ട്, കറുത്ത വംശജരുണ്ട്, മുസ്ലിം സമുദായത്തിൽ പെട്ടവരുണ്ട്, ഇന്ത്യക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു ജനകീയ നേതാവായി ഉയരാൻ മംദാനി കഴിഞ്ഞു. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമല്ല ന്യൂയോർക്കിൽ നടക്കുന്നത്. ലോകമാകെ ഉള്ള ജനാധിപത്യ വിശ്വാസികൾ വളരെ ആവേശത്തോടു കൂടിയാണ് മംദാനിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇടതുപക്ഷത്തിന് നൽകുന്ന ആവേശവും ചെറുതല്ല. മംദാനി വിജയിക്കുകയാണെങ്കിൽ ലോകത്താകെ തന്നെ ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയും ആവേശവുമായി ഇത് മാറുന്ന കാര്യത്തിന് സംശയമില്ല. മറ്റൊന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്കയുടെ ചരിത്രം. മാർട്ടിൻ ലൂതർ കിങ്ങും ജോൺ എഫ് കെന്നഡിയും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ആശയം അമേരിക്കയിലുണ്ടായിരുന്നു. അത് വളരെ വേഗം അമേരിക്കയിൽ നിന്നും ഇല്ലാതായി. അത് അവർ വധിക്കപ്പെട്ടതാണ് എന്നുള്ളതെല്ലാം നമുക്കറിയാം. അതുപോലെ അതിനേക്കാൾ ഏറെയോ ജനപിന്തുണ മംദാനി ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. അത് ന്യൂയോർക്കിൽ മാത്രമായിരിക്കില്ല, അമേരിക്ക ആകെ തന്നെ പിടിച്ചു കുലുക്കത്തക്ക രീതിയിൽ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ നേതാവായി ഈ 32-കാരന് മാറാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട ലോക ജനതയുടെ ഒരു പുതിയ നേതാവായി സെഹ്റാൻ മംദാനി എന്ന ആ ചെറുപ്പക്കാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, സോഷ്യലിസ്റ്റ് ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു.